തിരുവനന്തപുരം സംസ്ഥാന സർക്കാർ കിലോയ്ക്ക് 10.90 രൂപയ്ക്ക് നൽകുന്ന അരി ഭാരത് അരി എന്ന പേരിൽ കേന്ദ്ര സർക്കാർ വിൽക്കുന്നത് കിലോയ്ക്ക് 29 രൂപ നിരക്കിൽ. നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ, നാഫെഡ്, കേന്ദ്രീയ ഭണ്ഡാർ ഔട്ട്ലെറ്റ് എന്നിവയാണ് വിതരണത്തിന് ചുമതലപ്പെടുത്തിയത്. FCI ഗോഡൌണിൽ നിന്നും അരിയെടുത്ത് മില്ലിൽ കൊണ്ടുപോയി 5 കിലോ 10 കിലോ പാക്കറ്റുകളിലാക്കി നൽകുമെന്നാണ് പ്രഖ്യാപനം. നീല വെള്ള കാർഡുകാർക്ക് കേന്ദ്ര റേഷൻ അരി നൽകുന്നില്ല. ഈ വിഭാഗത്തിനാണ് അധിക വിലയ്ക്ക് FCI ഗോഡൌണിൽ നിന്നും അരിയെടുത്ത് സംസ്ഥാനം വില കുറച്ച് നൽകി വരുന്നത്. നവംബർ മുതൽ ഇപ്രകാരം അരിയെടുക്കുവാനും കേന്ദ്രം വിലക്കേർപ്പെടുത്തി. 78 ലക്ഷം കാർഡുടമകൾ ഉണ്ടായപ്പോഴാണ് കേന്ദ്രം വർഷം 14.25 ലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യധാന്യം നിശ്ചയിച്ചത്. നിലവിൽ 94 ലക്ഷം കാർഡുടമകൾ കേരളത്തിലുണ്ട്. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകാരെ മാറ്റി നിർത്തിയാൽ 52.76 ലക്ഷം കുടുംബങ്ങൾക്ക് കേന്ദ്ര മാനദണ്ഡ പ്രകാരം റേഷന് അർഹതയില്ല. റേഷൻ അരി വിതരണം പരിമിതപ്പെടുത്തുകയായിരുന്നു BJP സർക്കാർ. 2.5 ലക്ഷം മെട്രിക് ടൺ അരിയാണ് ഇത്തരത്തിൽ കുറച്ചത്. ഇത് പുനഃസ്ഥാപിക്കണമെന്ന് സംസ്ഥാന സർക്കാർ നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നു. എന്നിട്ടും അരി നൽകാൻ തയ്യാറായില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വോട്ട് ഉറപ്പിക്കാൻ ഭാരത് അരി അവതരിപ്പിക്കുകയാണ് സർക്കാർ ചെയ്തത്. ഭാരത് അരി വാങ്ങാൻ റേഷൻ കാർഡിന്റെ ആവശ്യമില്ല. എന്നാൽ യഥാർത്ഥ ആളുകൾക്ക് അരി ലഭിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റേഷൻ കടകൾ വഴി ഭാരത് അരിയും വിതരണം നടത്തണമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ, ജനറൽ സെക്രട്ടറി T മുഹമ്മദ് അലി എന്നിവർ ആവശ്യപ്പെട്ടു. നീക്കം തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടെന്ന് ഭക്ഷ്യമന്ത്രി, ജനറൽ സെക്രട്ടറി T മുഹമ്മദ് അലി എന്നിവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം. ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം. ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് 75ലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണാവസരം. കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് 75 രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും. രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി 26, 27, 28 തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ. ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ.